ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്ന ആഴ്ച, അതായത് 28 സെപ്റ്റംബർ 2020 മുതൽ 1 ഒക്ടോബർ 2020 വരെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളുടെ ഐഡൻറ്റിഫിക്കേഷനാണ് ചെയ്യുന്നത്. കൂടാതെ 2 ഒക്ടോബർ 2020 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് വരുന്ന ആഴ്ച നമ്മൾക്ക് ഒരു ദിവസം ട്രേഡിങ്ങിന് കുറവായാണ് കിട്ടുന്നത്. ഇനി വെൽത്തി ലൈഫിൻ്റെ പ്രീവിയസ് വീഡിയോകൾ നോക്കുകയാണെങ്കിൽ വോഡാഫോൺ എന്ന ബ്രിട്ടീഷ് ടെലികോം ഗെയിൻഡ് 20,000 കോടി രൂപയുടെ ഒരു ടാക്സ് റിട്രോ കേസ് വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ്, കൂടാതെ 29 സെപ്റ്റംബർ 2020 വരുന്ന UTI AMCയുടെ കംപ്ലീറ്റ് ഡേറ്റ അനാലിസിസ്, കൂടാതെ റീസെൻ്റ് ആയിട്ട് എയർടെൽ എന്തുകൊണ്ട് ഫോൾ ആകുന്നു, അതോടൊപ്പം തന്നെ GMM ഫോൾഡറിൻ്റെ OFS എന്തുകൊണ്ട് വന്നു എന്നീ കാരണങ്ങൾ പരിശോധിക്കുന്ന വീഡിയോകൾ എന്നിവയാണ് നമ്മൾ പ്രീവിയസ് വീക്കിൽ ചെയ്തത്. ഈ വീഡിയോകളുടെ എല്ലാം ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഒരു ഗോൾഡൻ ലെസൺ ആണ് ട്രെൻഡ് ഈസ് ഫ്രണ്ട്. അതായത് ട്രെൻഡ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ബെറ്റർ ഗെയിൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി മൾട്ടിപ്പിൾ ഫ്രെയിം ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. മൾട്ടിപ്പിൾ ഫ്രെയിം ചാർട്ട് അനാലിസിസിൽ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മന്ത്ലി ചാർട്ട് അനാലിസിസ്, വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആൻഡ് ഡെയിലി ചാർട്ട് അനാലിസിസ് എന്നീ 3 ചാർട്ട് അനാലിസിസുകളാണ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾക്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. മന്ത്ലി ചാർട്ട് അനാലിസിസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ വന്നതിന് ശേഷം അടുത്ത 5 മാസങ്ങളിലായി നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 5 ബുള്ളിഷ് ക്യാൻഡിലുകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് മന്തിലെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പ്രൈസ് റിജക്ഷൻ ടെൻഡൻസിയുടെ ഇൻഡിക്കേഷനായിട്ടാണ് നമ്മൾക്ക് ഈ ക്യാൻഡിലിനെ കാണാൻ കഴിയുന്നത്. കാരണം 11,800 എന്ന ലെവൽ എത്തിയതിന് ശേഷം ഈ മാസം സെപ്റ്റംബർ മാസത്തിൽ നമ്മൾക്ക് ഒരു മാക്സിമം ട്രേഡിംഗ് ഡേയ്സിലെ ക്യാൻഡിലുകൾ നോക്കുകയാണെങ്കിൽ ബിയറിഷ് ക്യാൻഡിലുകളാണ് കാണാൻ സാധിച്ചത്. അതായത് 11,800 എന്ന ലെവലിൽ നിന്നും നിഫ്റ്റി അതിൻ്റെ സപ്പോർട്ടായ 10,800 എന്ന ലെവലിലേക്ക് മാറുകയാണ് ചെയ്തത്. ഈ മാറ്റത്തെ ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് തന്നെയാണ് കാണാവുന്നത്, അല്ലെങ്കിൽ ഒരു ഇയർലി പോയിന്റ് ഓഫ് ട്രെൻഡ് റിവേഴ്സലായിട്ട് കാണാം. ഇനി മന്ത്ലി ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ ഈ ചാർട്ട് പാറ്റേണിൽ ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചു എങ്കിലും കുറച്ച് പോസിറ്റീവ് സിഗ്നേച്ചർ കൂടി ലെഫ്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് സിഗ്നേച്ചർ കൂടി കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ് ലാസ്റ്റ് മന്തിലെ ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തത്. അതായത് ഇവിടെ ചാർട്ട് പാറ്റേണിൽ 2 ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ബ്ലൂ ലൈൻ 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും, റെഡ് ലൈൻ 50 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും. സെപ്റ്റംബറിൽ 1 വീക്ക് കൂടി ലെഫ്റ്റ് ആണെങ്കിൽ കൂടിയും നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചു എങ്കിലും ഒരു പോസിറ്റീവ് ഹോപ്പ് തരുന്ന ഒരു ഫാക്റ്റാണ്. ഇനി നമ്മൾക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. വീക്ക്ലി ചാർട്ട് അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ 11,800 അല്ലെങ്കിൽ 11,700 എന്ന ലെവലിൽ വന്നതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതിനുശേഷം അതായത് ഈ വീക്കിലെ ലാസ്റ്റ് വീക്കിന് തൊട്ട് മുൻപുള്ള വീക്കിലെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഡോജി ക്യാൻഡിലും നമ്മൾക്കറിയാം ട്രെൻഡ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിൽ, അതായത് ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഈ ബിയറിഷ് ക്യാൻഡിലും ഒരു പോസിറ്റീവ് സിഗ്നേച്ചർ ഉള്ളത് എന്തെന്ന് വെച്ചാൽ ബിയറിഷ് ക്യാൻഡിൽ നിഫ്റ്റിയുടെ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണ് ഫോം ചെയ്തത്. അതായത് 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ ക്ലോസ് ചെയ്തുവെങ്കിലും ലാസ്റ്റ് ഡേ, അതായത് ഫ്രൈഡേയിലെ 25 സെപ്റ്റംബർ 2020 ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് നിഫ്റ്റിയിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചു. അതായത് 10,800 എന്ന ലെവലിലെത്തിയ നിഫ്റ്റി വീണ്ടും 11,000 ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് കാണാൻ സാധിച്ചത്. അതാണ് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ
ഒരു പോസിറ്റീവ് ഹോപ്പ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് പോകാം. ഡെയിലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചിരിക്കുന്നു എന്ന്. കാരണം നിഫ്റ്റി 11,700 എന്ന ലെവലിലായിരുന്നു. അതിനുശേഷം മാക്സിമം നമ്മൾക്ക് ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ 50-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ നിഫ്റ്റി ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ നിഫ്റ്റി അതിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായ 200-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് തേഴ്സ്ഡേ അല്ലെങ്കിൽ 24 സെപ്റ്റംബർ 2020 ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 200-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം ഫ്രൈഡേയിൽ വന്ന അതായത് 25 സെപ്റ്റംബർ 2020 നല്ല ഒരു പോസിറ്റീവ് ഹോപ്പ് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ട്രെൻഡ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി നിഫ്റ്റിയിൽ അപ്പർ സൈഡിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് നിഫ്റ്റിയുടെ 50-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയ 11,300 ലെവലാണ്. അതിന് മുകളിൽ ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 11,500 എന്ന ലെവലാണ്. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് 10,800 ലെവൽ എന്ന 20-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. 20-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെ നിഫ്റ്റി പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ക്ലിയർ കട്ടായിട്ട് ഒരു ബിയറിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ നല്ലൊരു ഇടിവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് HDFC ലിമിറ്റഡ്. നമ്മൾക്കറിയാം ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ആൾറെഡി പ്രഷറിലാണ്. ഈ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളമുള്ള പല നെഗറ്റീവ് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ആ ന്യൂസുകളെല്ലാം ഞാൻ ടൈംലി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിളുമാണ്. എന്നിരുന്നാലും ചില സ്റ്റോക്കുകൾ, അതായത് നമ്മൾ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന ചില സ്റ്റോക്കുകൾ അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ചിൽ അവൈലബിൾ ആണെങ്കിൽ അത് വിട്ടുകളയാൻ തോന്നാറില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഈ സ്റ്റോക്ക് അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ചിലാണ്. 1586 റേഞ്ചിലായിരുന്നു ഈ സ്റ്റോക്ക്. ഈവൻ COVID-19 ലോക്ക്ഡൗൺ കാലത്ത് വലിയ കറക്ഷൻ ഉണ്ടായി. അതായത് നിഫ്റ്റി ഏകദേശം 8000 റേഞ്ചിൽ എത്തിയപ്പോൾ പോലും ഈ സ്റ്റോക്ക് ഈ പ്രൈസിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ സംഭവിച്ച് സ്റ്റോക്ക് ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ഇപ്പോൾ 1650 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ 1600 രൂപ റേഞ്ചിലാണ്. ഈ സ്റ്റോക്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോൾ. സ്റ്റോക്ക് അതിൻ്റെ 200 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനും താഴെയാണ്. ഇനി സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കുകയാണെങ്കിൽ 2,96,000 മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ്. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ മാർക്കറ്റിൻ്റെ മൂഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ എക്സ്ട്രീം ഫിയർ മൂഡാണ് നടക്കുന്നത്. അതായത് ചെറിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുള്ള ചെറിയ ഒരു നെഗറ്റീവ് ന്യൂസ് പോലും വലിയ ഇമ്പാക്റ്റോടു കൂടി മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് സ്മാൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയാൽ അത് റിക്കവർ എടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതേസമയം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഫാൾ ഉറപ്പായിട്ടും ഉണ്ടാകും. എന്നിരുന്നാലും സ്റ്റോക്ക് വളരെ പെട്ടെന്ന് റിക്കവർ ആകും. കാരണം അതിൻ്റെ പിന്നിലെ റീസൺ സ്റ്റോക്കിൻ്റെ ഒന്ന് ഹെവി ഫണ്ടമെൻ്റൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ നല്ല ഗ്രോത്ത് റേഷ്യോയും ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് വളരെ പെട്ടെന്ന് റിക്കവർ ആവുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. ഇനി ഈ സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ PE 13 സ്റ്റോക്കിൻ്റെ PE 16 അതായത് സ്റ്റോക്കിൻ്റെ PEയും അത്ര വലിയ PE അല്ല. കൂടാതെ ഡിവിഡൻഡ് yield നോക്കുകയാണെങ്കിൽ 1.27% ആണ് ഡിവിഡൻഡ് yield. കൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 63% ഡെലിവറിയാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ റിട്ടേൺ അനാലിസിസ് നോക്കാം. സ്റ്റോക്ക് 1 മന്തിൽ 10% കറക്ഷനോടുകൂടി അവൈലബിൾ ആണ്. അതായത് സ്റ്റോക്ക് വരുന്ന മാസങ്ങളിൽ അതിൻ്റെ 1 മന്തിന് മുന്നിലുള്ള വാല്യൂവിൽ എത്തിയാൽ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 10% റിട്ടേണോടുകൂടി നമ്മൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇനി സ്റ്റോക്കിൻ്റെ 1 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ സ്റ്റോക്കിൽ 20% കറക്ഷനാണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ ബൈയിങ് ലെവൽസ് നോക്കാം. ബൈയിങ് ലെവൽസ് ഞാൻ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1600 റേഞ്ചിൽ നമ്മൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും 1500 റേഞ്ചിൽ നമ്മൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും ചെയ്യാവുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക്
അതിൻ്റെ 100 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ, അതുമല്ലെങ്കിൽ 1800 രൂപ റേഞ്ചിന് മുകളിൽ 1900 രൂപ റേഞ്ചിൽ നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് HDFC ലിമിറ്റഡ്. പ്രീവിയസ് ലോക്ക്ഡൗൺ പീരീഡിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് ആയപ്പോൾ നന്നായി പെർഫോം ചെയ്ത ചില സെക്ടറുകളായിരുന്നു FMCG സെക്ടർ, ഫാർമ സെക്ടർ ആൻഡ് കെമിക്കൽ സെക്ടർ. രണ്ടാമത്തെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്ക് FMCG സെക്ടറിലെ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ബെസ്റ്റ് ബൈയിങ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ വീക്ക്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക്, അതായത് മാർച്ച് മാസത്തിൽ കോവിഡ് ലോക്ക്ഡൗൺ പീരീഡിൽ കറക്ഷൻ ഉണ്ടായപ്പോൾ തന്നെ സ്റ്റോക്ക് അതിൻ്റെ 100 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ ബിയർലി ടച്ച് ചെയ്ത് ഉള്ള സപ്പോർട്ടാണ് എടുത്തത്. എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിലാണ് സപ്പോർട്ട് എടുത്തത്. അതായത് സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2000 രൂപ റേഞ്ചാണ്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ലെവൽ 2000 രൂപ റേഞ്ചിലാണ്. 2000 രൂപ റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നാൽ ഈ സ്റ്റോക്ക് 1950 രൂപ റേഞ്ച് ആയിരിക്കും. അതാണ് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബൈയിങ് പ്രൈസ്. ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് പ്രൈസിൽ അവൈലബിൾ ആണ്. അതിനു മുൻപേ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം. സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 4,88,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. PE നോക്കുകയാണെങ്കിൽ പ്രീമിയം വാല്യുവേഷനാണ്, അതായത് വാല്യുവേഷൻ കൂടുതലുള്ള സ്റ്റോക്കാണ്. ഇനി ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 1.66%, ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 61% ഡെലിവറിയുമാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ എടുത്തത്. ഇനി സ്റ്റോക്കിൻ്റെ 3 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 66% റിട്ടേൺ, അതായത് ഹെവിലി ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്കാണ്. കൂടാതെ സ്റ്റോക്കിൻ്റെ 3 ഇയറിലെ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ സ്റ്റോക്കിൽ ഒരു വലിയ കറക്ഷൻ വന്നിട്ടേ ഇല്ല. സ്റ്റോക്ക് അതിൻ്റെ ഈവൻ 20-യുടെ അതുമല്ലെങ്കിൽ 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്തതിന് ശേഷം ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് സ്റ്റോക്കിനുള്ളത്. അതുപോലെ സ്റ്റോക്കിൻ്റെ 1 ഇയർ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 1.47% റിട്ടേൺ ആണ് തന്നത്. സ്റ്റോക്ക് കറൻ്റ്ലി 5% കറക്ഷനോടുകൂടി അവൈലബിൾ ആണ്. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽസ് പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽസ് ഞാൻ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2000 രൂപ റേഞ്ചിലാണ് സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽസ്. പിന്നെ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 2300 രൂപ റേഞ്ചിലായിരിക്കും സ്റ്റോക്കിൻ്റെ ടാർഗറ്റ്. ഇതുകൂടാതെ മറ്റ് ചില സ്റ്റോക്കുകൾ കൂടി ബെസ്റ്റ് ബൈയിങ് ലെവൽസിലുണ്ട്. ആ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ബെസ്റ്റ് ബൈയിങ് ലെവൽസ് ഞാൻ ആൾറെഡി ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ സ്റ്റോക്കുകളെല്ലാം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോകളിൽ കവർ ചെയ്തതുമാണ്. അതുകൊണ്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ സ്റ്റോക്കുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ L&T അറൗണ്ട് 850 ലെവലിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ നെസ്ലെ ഇന്ത്യ 15,000 ലെവലിൽ ബെസ്റ്റ് ബൈയിങ് റേഞ്ചിലാണ്. റിലാക്സോ അറൗണ്ട് 625 ലെവലിൽ ബെസ്റ്റ് ബൈയിങ് റേഞ്ചാണ്. ബാറ്റ ഇന്ത്യ അറൗണ്ട് 1250 ലെവലിൽ ബെസ്റ്റ് ബൈയിങ് റേഞ്ചാണ്. കൂടാതെ MGL മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ഏകദേശം 825 ലെവലിൽ ബെസ്റ്റ് ബൈയിങ് പ്രൈസിലാണ്. IGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് 390 ലെവലിൽ. ആരതി ഇൻഡസ്ട്രീസ് അറൗണ്ട് 1000 ലെവലിൽ. എക്സൈഡ് ബാറ്ററി അറൗണ്ട് 150 ലെവലിൽ. കൂടാതെ HDFC AMC ഏകദേശം 2000 രൂപ ബെസ്റ്റ് ബൈയിങ് പ്രൈസിൽ. ഈ HDFC AMCയെക്കുറിച്ചും ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കവർ ചെയ്തതാണ്. കൂടാതെ നാം അഥവാ നിപ്പോൺ അസറ്റ് മാനേജ്മെൻറ്റ് 230 രൂപ റേഞ്ചിൽ. ഇർക്കോൺ 79 രൂപ റേഞ്ചിൽ. ഈ സ്റ്റോക്കുകളെല്ലാം നമ്മൾക്ക് വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.